അഹിബ്ബുല്ലാഹ ലിമാ യുഗ്ദൂകും ബിഹി മിൻ നിഅമിഹി വഅഹിബ്ബൂനി ബിഹുബ്ബില്ലാഹ് വഅഹിബ്ബൂ അഹ്ല ബൈതി ബിഹുബ്ബി. സ്നേഹമാണ് ഇസ്ലാം, സ്നേഹമാണ് നമ്മുടെ ദീൻ, സ്നേഹമാണ് മഹബ്ബത്താണ് അഹിബ്ബുല്ലാഹ്. നിങ്ങളുടെ ജന്മത്തിന്, നിങ്ങളുടെ അസ്തിത്വത്തിന്, നിങ്ങളുടെ നിലനിൽപ്പിന് കാരണക്കാരനായ സൃഷ്ടാവായ അള്ളാഹുവിനെ നിങ്ങൾ ഇഷ്ടപ്പെടണം. കണ്ണുകളെ കൊണ്ട് കാണപ്പെടാത്തവൻ, എന്നാൽ കണ്ണുകളെ പടച്ചവൻ അള്ളാഹു. സമയത്തിനോ കാലത്തിനോ അതീതനായവൻ, സമയം പടച്ചവനാണ് അല്ലാഹു. സമയമുണ്ടാകുന്നതിന് മുമ്പ് അല്ലാഹു ഉണ്ട്. ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലതീഫുൽ ഖബീർ. കണ്ണുകളെ കൊണ്ട് കാണപ്പെടാൻ കഴിയില്ല ഈ ലോകത്ത് അല്ലാഹുവിനെ, എന്നാൽ നാളെ പരലോകത്ത് റബ്ബിനെ കാണാൻ കഴിയും. മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, റബ്ബി അരിനി അൻദുർ ഇലൈക്. അല്ലാഹുവേ, എൻ്റെ കണ്ണുകളെ കൊണ്ട് എനിക്ക് നിന്നെ കാണാൻ കഴിയില്ലെന്നറിയാം, എന്നാൽ അരിനി, നീയായിട്ട് എനിക്ക് കാണിച്ചു തരുകയാണെങ്കിൽ എനിക്ക് കാണാൻ കഴിയുമല്ലോ. അങ്ങനെയൊന്ന് കാണിച്ചു തരുമോ എന്ന് സീനാ മരുഭൂമിയിലെ സീനാ മലമടക്കുകളിൽ വെച്ച് തൂർ സീനയിൽ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. കണ്ണുകളെ പടച്ചവനാണവൻ, എന്നാൽ കണ്ണുകളെ കീഴടക്കാൻ കഴിയുന്നവൻ, പ്രപഞ്ചത്തെ സംഹരിക്കാനും സൃഷ്ടിക്കാനും നടത്തിപ്പ് നടത്താനും എല്ലാം കഴിവുള്ള റബ്ബുൽ ആലമീനായ അല്ലാഹുവിനെ നിങ്ങൾ ഖൽബ് കൊണ്ട് സ്നേഹിക്കണമേ. എന്തിന് സ്നേഹിക്കണം? ലിമാ യുഗ്ദൂകും ബിഹി മിൻ നിഅമിഹി. അല്ലാഹുവാണ് നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ തന്നത്. അവനാണ് നിങ്ങൾക്ക് ശ്വസിക്കാൻ മൂക്ക് മാത്രം തന്നു വിട്ടതല്ല, നിങ്ങൾക്ക് ഓക്സിജൻ വെച്ചിട്ടുണ്ട്. ദാഹവും വിശപ്പും തന്നവനാണ് അല്ലാഹു, എന്നാൽ തിന്നാനും കുടിക്കാനും പാനീയവും ഭക്ഷണവും തന്നവനാണ് അല്ലാഹു. ജന്മം തന്നവനാണ്. നാവ് കൊണ്ട് ഒന്ന് വേണമെന്ന് ചോദിക്കാൻ പോലും, ഒരു പ്രാർത്ഥന പോലും ചൊല്ലിപ്പഠിക്കാൻ കഴിയുന്നതിന് മുമ്പേ അല്ലാഹു നമ്മൾക്ക് നൽകിയവനാണ്. വലഹുൽ ഫളുൽ, എല്ലാം ചോദിക്കും മുമ്പ് നൽകിയവനാണ് അല്ലാഹു. അല്ലാഹു എല്ലാം ആദ്യമേ നിഅമത്ത് നമുക്ക് തന്നവനാണ്, നമ്മൾ അർഹിക്കുന്നതിന് മുമ്പേ. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടണം, അല്ലാഹുവിനെ സ്നേഹിക്കണം. നമുക്കങ്ങനെ സ്നേഹം തോന്നാറുണ്ടോ അല്ലാഹുവിനോട്? പടച്ചവനെ പേടിക്കുക, നബിതങ്ങളെ ഇഷ്ടപ്പെടുക, അങ്ങനല്ല. അല്ലാഹുവിനെ ഇഷ്ടപ്പെടണം, ഹബീബായ നബിതങ്ങളെ ഇഷ്ടപ്പെടണം. മഹബ്ബത്ത് വേണം, പേടിക്കും വേണം. ഖൗഫ് റജ, പേടിയും വേണം, പ്രതീക്ഷയും വേണം. ഇത് രണ്ടിൻ്റെയും ഇടയിലാണ് മുഅ്മിനീങ്ങൾ ജീവിക്കുക. അല്ലാഹുവിനെ സ്നേഹിക്കണം. സ്നേഹിക്കാൻ പറ്റുമോ? അല്ലാഹുവിനോട് അങ്ങനെ സ്നേഹം തോന്നും? സ്നേഹിക്കണ്ടേ? നബി തങ്ങൾ പറയാം സ്നേഹിക്കണമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം.